നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂർ. കഴിഞ്ഞ വർഷം നമ്മൾ തേനെടുത്ത ശേഷം കാര്യമായിട്ടുള്ള പണികളൊന്നും പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ മുകളിലത്തെ ആ സൂപ്പർ ഒരെണ്ണം മാറ്റി കൊടുത്തു, ഒരെണ്ണം നിലനിർത്തിക്കൊണ്ട് ബാക്കി ഒരു സൂപ്പർ മാറ്റി കൊടുത്ത് അങ്ങനെ നിലനിർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഫീഡിങ് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ വർഷം ഫീഡിങ് കാര്യമായിട്ട് കൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്ത സമയത്ത് പെരുന്തേനീച്ച വന്നിട്ട് നമ്മൾ ഫീഡിങ് കൊടുത്ത സമയത്ത് പെരുന്തേനീച്ച വന്നിട്ട് നമ്മുടെ കൂട്ടിലേക്ക് കയറിയും നമ്മൾ ഫോറസ്റ്റിൻ്റെ അടുത്തായതുകൊണ്ട് ഫോറസ്റ്റിൻ്റെ അടുത്താണ് നമ്മുടെ പെട്ടികളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ പെരുന്തേനീച്ച വനത്തിലൊക്കെ നന്നായിട്ട് പെരുന്തേനീച്ച ഉണ്ട്. അപ്പോൾ അത് പെരുന്തേനീച്ച വന്നിട്ട് നമ്മുടെ കൂട്ടിൽ കയറി അറ്റാക്ക് ചെയ്യും. തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീഡിങ് കൊടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് അറ്റാക്ക് ചെയ്യും. നമ്മൾ കൂടെ ഒരുപാട് ഒഴിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വർഷം തേൻ ഇതിന് നമുക്ക് ഫീഡിങ് നമ്മൾ കൊടുത്തിട്ടില്ല. ഫീഡിങ് നമ്മൾ കൊടുക്കുന്നത് സാധാരണയായിട്ട് പഞ്ചസാര വെള്ളമാണ്, പഞ്ചസാര പാനിയാണ് നമ്മൾ കൊടുക്കുന്ന. അതിൻ്റെ ഒരു ഡൈല്യൂഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം, അത് 1 കിലോ പഞ്ചസാരയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള ഒരു അളവിലെടുത്തിട്ടാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബോക്സിന് ഒരു 200-250 ml ആണ് നമ്മളൊരു ബോക്സിന് നമ്മൾ ഫീഡിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫുൾ ബോക്സാണുള്ള പേരിലിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റേഷൻ എന്നുള്ള ലെവലിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വംശം നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത്. ശരിക്കും ഈ ഫീഡിങ് കൊടുക്കുന്ന ഈച്ച നമുക്ക് തേൻ തരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. കാരണം അതിൻ്റെ അടുത്ത തലമുറ, പുതിയ തലമുറയാണ് നമുക്ക് തേൻ തരുന്നത്. നമ്മൾ ഈ പറയുന്ന ഫീഡിങ് കൊടുക്കുന്ന തേനീച്ച നമുക്ക് തേൻ തരുന്നില്ല. തേനീച്ചയുടെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനീച്ചയുടെ ആയുസ് ഏകദേശം ഒരു 45 ദിവസം മുതൽ ഇപ്പോൾ ഈ ഒരു സീസൺ അല്ലാത്ത സമയത്ത് ഒരു 90 ദിവസം വരെയൊക്കെ ആയുസ് ഉണ്ടാവും. സീസൺ സമയങ്ങളിൽ 40-60 ദിവസം വരെയൊക്കെയാണ് തേനീച്ചയുടെ സാധാരണ തേനീച്ചയുടെ പെണ്ണീച്ചയുടെയും ആണീച്ചയുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത്, പെണ്ണീച്ചയുടെ ആയുസ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണീച്ച നമുക്ക് തേൻ തരുന്ന തേൻ കളക്ഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യുന്ന ഇതല്ല. പെണ്ണീച്ചയാണ് വർക്കർ ബീ എന്ന് പറയുന്നത്. പെണ്ണീച്ചയാണ് തേൻ കളക്ട് ചെയ്യുന്നതും സംഭരിക്കുന്നതും അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പെണ്ണീച്ചയുടെ ആയുസ് ഈ പറയുന്ന 45 മുതൽ 60 ദിവസം വരെയാണ് സീസൺ സമയങ്ങളിൽ. ഇപ്പോൾ അൺസീസൺ ആയിട്ടുള്ള സമയങ്ങളിൽ ഇപ്പോൾ മഴക്കാലത്തൊക്കെ 90 ദിവസം വരെയൊക്കെ ആയുസ് ഉണ്ടാകും. കാരണം കാര്യമായ പണിയില്ലാത്തതുകൊണ്ട് അത്രയും ആയുസ് കൂടുതലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വംശം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഫീഡിങ് കൊടുക്കേണ്ടത്. ഒരു 200-250 ml വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത്, പഞ്ചസാര പാനിയാണ് കൊടുക്കുന്നത്. അത് അതിൻ്റെ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:1 ആണ്. 1 കിലോ പഞ്ചസാരയ്ക്ക് 1 ലിറ്റർ വെള്ളം, അല്ലെങ്കിൽ ഇപ്പോൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം, ആ ഒരു ലെവലിലെടുത്തിട്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് പോരുകയാണ്. ഇപ്പോൾ ഞാൻ ആ സീസൺ ഇപ്പോൾ ആ ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ സമയത്ത് പതുക്കെ ഫീഡിങ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഡിവിഷൻ ചെയ്യേണ്ട ഒരു സമയത്തേക്കൊക്കെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഡിവിഷൻ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പതുക്കെ നമ്മൾ അതിൻ്റെ ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് പരമാവധി നമ്മൾ ഈ പെട്ടിയുടെ അടിപ്പെട്ടിയിലാണ് ബ്രൂഡ് ചേമ്പർ എന്ന് പറയുന്നത്. ഈ ബ്രൂഡ് ചേമ്പറിൽ 6 പാളിയാണുള്ളത്. അതിൻ്റെ ഇടത്തേറ്റത്തും വലത്തേറ്റത്തും 2 സൈഡിലിരിക്കുന്ന ആ പാളികളിൽ ഈച്ചകൾ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ മുട്ടയിടൽ വളരെ കുറവായിരിക്കും, പുഴുവും അങ്ങനെയുള്ള സാധനങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അത് തന്നെയല്ല, ആ പഴകിയ അടയായിട്ടായിരിക്കും ഇരിക്കുക. കൂടുതലും ഒരുപാട് പഴകിയ അവസ്ഥയിലൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ആ അടകൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ പുതിയ അടകൾ പെട്ടെന്ന് പണിയും. പണിത അടകളിൽ പുതിയ അടകളിൽ വരുമ്പോൾ മുട്ട കൂടുതൽ റാണി ഇടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മുട്ടയിടുകയും ആ ഒരു കൂട് പെട്ടെന്ന് ഡെവലപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു അടകൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിന് ശേഷം നമ്മൾ ആ ഒരു 6 അടയായി കഴിയുമ്പോഴാണ് നമ്മൾ ഡിവിഷൻ ചെയ്യേണ്ടത്. നമ്മൾ 3 അട നമ്മൾ റാണിയോട് കൂടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ഡിവിഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ തുടങ്ങാവുന്ന സമയങ്ങളാണ്. ഇപ്പോൾ പുതിയതായിട്ട് കോളനിയിൽ വാങ്ങിച്ച് വയ്ക്കാൻ താല്പര്യമുള്ളവർക്കും ഇനി പതുക്കെ ചെയ്യാവുന്നതാണ്. ഒരു ഡിസംബർ 15-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ കോളനികൾ വാങ്ങിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയൊരു കർഷകനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഡിസംബർ ലാസ്റ്റൊക്കെ ആയാലും 30-ാം തീയതിക്ക് ആയാലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഒരുപാട് ഈച്ചയൊക്കെ വന്നു കഴിയുമ്പോൾ അതിനൊക്കെ നോക്കാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു ഡിസംബർ ലാസ്റ്റൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തേനീച്ച വളർത്തലൊക്കെ ആരംഭിക്കാവുന്ന സമയങ്ങളാണ്. അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ട് അങ്ങനെയുള്ള പ്ലാനിങ്ങൾ നടത്തുക. അതുപോലെ സാധാരണ ചെറിയ കർഷകർ, ഇപ്പോൾ 2-3 പെട്ടികളുള്ള ആളുകൾ, ചില ആളുകൾ ഇപ്പോൾ തേൻ മാത്രം എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അടവെട്ടി തേൻ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, വേറെ പണികളൊന്നും ചെയ്യാതെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ പെട്ടി നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് പുതിയ റാണി വന്നാലാണ് നല്ല രീതിയിൽ അത് ഡെവലപ്പ് ആവുകയുള്ളൂ, ആ കൂട് ഡെവലപ്പായി നന്നായിട്ട് തേൻ നിറയ്ക്കുള്ളൂ. അതുപോലെ തന്നെ പഴയ അടയിൽ മുട്ടയിടാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. അപ്പോൾ ഒരുപാട്
മുട്ടയിട്ട് പെരുകുന്ന കാര്യത്തിലൊക്കെ പുതിയ അടയുണ്ടെങ്കിലാണ് പെട്ടെന്ന് ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പഴയ അടകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പഴയ അടകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്തോളും. ഇനി ഡിവിഷൻ ചെയ്യണില്ലെങ്കിൽ പോലും ഈച്ച തിരിഞ്ഞ് പോയി കഴിയുമ്പോൾ പുതിയ റാണി ഇതിനകത്ത് വരും. പുതിയ റാണിക്കാണ് എപ്പോഴും കൂടുതൽ മുട്ടയിടാനുള്ള പവറും സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ വരിക. കൂടുതൽ മുട്ടയിടുന്നതും അതുപോലെ തന്നെ വർക്കർ ബീയുടെ മുട്ട കൂടുതലായിട്ട് ഇടുന്നതും പുതിയ റാണികളായിരിക്കും. ഇപ്പോൾ പഴയ റാണികൾ, ഇപ്പോൾ പ്രായമായ റാണികളെ സംബന്ധിച്ച് ആണീച്ചയുടെ മുട്ടകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ആ ഒരു റാണിയെ പുതുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ പഴയ റാണിയെ നമ്മൾ മാറ്റിക്കൊണ്ട് പോകും. അപ്പോൾ ഈ പെട്ടിയിൽ പുതിയ റാണി വരും. അങ്ങനെ 2-3 ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് 3 പെട്ടിയിലും പുതിയ റാണി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാറി പോകുമ്പോൾ പുതിയ റാണികൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ പെട്ടെന്ന് സ്ട്രെങ്ത് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ ഇപ്പോൾ ഡിവിഷനൊക്കെ ചെയ്ത് നമുക്ക് പെട്ടിയുടെ എണ്ണം കൂട്ടിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എല്ലാവരും നടത്തുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം. ഡിവിഷൻ ചെയ്യുന്ന വീഡിയോ അടുത്ത ഒരു ദിവസം വീണ്ടും ഇടാം. അല്ലെങ്കിൽ നേരത്തെ എൻ്റെ ഇതിനകത്ത് തന്നെ ഡിവിഷൻ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പോയി ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു.